സൂത്രൻ. സൂത്ര, വരുന്ന വഴിക്ക് ബബ്ബബ്ബനെ കണ്ടു. എന്നിട്ട് താൻ എന്തു പറഞ്ഞു? ചേട്ടൻ്റെ കൊമ്പ് വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഹിഹി, ചുമ്മാ പറഞ്ഞതാ, കൊമ്പ് മെലിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഹിഹി, ഈ മണ്ടനെ ഒന്ന് പറ്റിക്കാം. താൻ ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ അല്ലേ? ഇല്ല, അതെന്താ? കുഴപ്പമായല്ലോ. ഇന്ന് ഗുഡ് മോർണിംഗിൻ്റെ ദിവസമാ. ആരെ കണ്ടാലും ആദ്യം ഗുഡ് മോർണിംഗ് പറയണം. ഗുഡ് മോർണിംഗ് അല്ലാതെ മറ്റെന്തെങ്കിലും ആദ്യം പറഞ്ഞാൽ അന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അയ്യോ, ഗുഡ് മോർണിംഗ് പറയാതെ ഒരാളോട് എത്ര മിണ്ടുന്നോ തല്ലിന് അത്രയും ചാൻസ് കൂടും. അതായത് താനിനി ഇന്ന് ബബ്ബബ്ബനെ കണ്ടാലും മിണ്ടാ നിൽക്കണ്ട. പറഞ്ഞത് പറഞ്ഞു. മിണ്ടാ നിൽക്കില്ല. ഷോ, മണ്ടനായത് കൊണ്ടാ എനിക്കിതൊന്നും അറിയാത്തത്. അയ്യോ, ദേ പിന്നെയും ബബ്ബബ്ബൻ. ഒളിക്കാം. കണ്ടാലല്ലേ മിണ്ടേണ്ടി വരൂ. പോയോ? നോക്കട്ടെ. എന്താ താനിവിടെ? എന്തോ പന്തികേടുണ്ടല്ലോ. ഇല്ല, പന്തി അത് കേട്. അയ്യോ, ഗുഡ് മോർണിംഗ് പറയാൻ മറന്നു. ഇനി മിണ്ടിയാൽ പ്രശ്നമാ, ഇടി ഉറപ്പാ. എന്താടോ നിർത്തിയത്? കാര്യം പറ. പറയടോ. എഴുതി കാണിക്കാം, അതേ വഴിയുള്ളൂ. മിണ്ടരുത് എന്ന് പറഞ്ഞു. എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞോ? ആര്? സൂത്രൻ. സൂത്രനോ? അങ്ങനെ പറയാൻ അവനാരാ? എന്നോട് ആര് മിണ്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? സൂത്ര, തനിക്ക് ഇടികിട്ടിയതിൻ്റെ കാരണം എനിക്ക് പിടികിട്ടി. താൻ ഇന്ന് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. സൂത്രൻ. അയ്യോ, കടിയൻ. എൻ്റെ അമ്മോ, കുടുങ്ങി. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒതുങ്ങിക്കിടക്കാതെ നിരങ്ങിയിട്ടാണോ അതോ കുലുങ്ങിയിട്ടാണോ കുരുങ്ങി ഇങ്ങനെ കുടുങ്ങിയത്? ശരിയാ, കുരുങ്ങി. അഴിച്ചു താ ജഗജ. അഴിച്ചു വിടുന്നത് പിഴച്ചു പോയാൽ മിഴിച്ചു നിന്നവൻ്റെ മുഴച്ച വയറിൽ വീണ് കുഴിച്ചു വെച്ചതുപോലെയാവും. ഷെടാ, മനസ്സിലായില്ല. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നോ ഇല്ലെന്നോ? കാൽപാദം രണ്ടും ചൊൽപ്പടിക്കല്ലാതെ നൂൽപ്പാലത്തിലെ തോൽപ്പാവയെപ്പോലെ അല്പാൽപമാടുന്ന സ്വൽപ്പബുദ്ധിക്കാരനെ ഹെൽപ്പ് ചെയ്ത് തൽപ്പത്തിലാവാൻ താൽപ്പര്യമില്ല. അയ്യോ, അജഗജം പോയി. സൂത്രനെയും കാണാനില്ലല്ലോ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കാട്ടുമുത്തപ്പനെ വിളിക്കാം. തലകീഴായി തൂങ്ങി നിന്ന് പ്രാർത്ഥിച്ചാൽ ഫലിക്കുമോ ആവോ? കടുവ വിളിച്ചാൽ തലയും കുത്തി വരകൾ വരച്ചു വരുന്നവനെ. ആവോ, മുത്തപ്പൻ എത്തി. എന്താ ശേരു, പറയൂ. എന്താ ചേട്ടാ പ്രശ്നം? ഹിഹി. അയ്യോ, കരിനാക്കൻ. വൈദ്യരെ, വേഗം വരണേ. അന്നേരമാണ് ആ പരമദ്രോഹി കരിനാക്കൻ വന്നത്. വന്ന പാടെ ഒരു ഡയലോഗും അടിച്ചു. നിലം തൊടാതെ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ പഴുത്തു വീഴാറായ ചക്ക പോലെയാണെന്ന്. ഉടനെ ചക്ക പോലെ വീണ് കാണുമല്ലേ? അതെ, ഇപ്പോൾ എഴുന്നേൽക്കാൻ വയ്യ. എഴുന്നേൽക്കാൻ വയ്യുന്നോ? ശേരു അതാ നിൽക്കുന്നു, ഒരു കുഴപ്പവുമില്ലാതെ. ചക്ക പോലെ വീണത് കാട്ടുമുത്തപ്പനാ വൈദ്യരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.